ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് നമ്മൾ ടാലി സ്ക്രീനിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കമ്പനി ക്രിയേഷനെ കുറിച്ചിട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, കമ്പനി ഓൾട്ടർ ചെയ്യാം, കമ്പനി ഷട്ട് ചെയ്യാം, കമ്പനി സെലക്ട് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ലെഡ്ജർ ക്രിയേഷൻ ആണ് കേട്ടോ. ലെഡ്ജർ ക്രിയേഷനും അതേപോലെ തന്നെ വൗച്ചർ ടൈപ്പ്, വൗച്ചർ എൻട്രി എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മളെ കമ്പനി ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അല്ലെ. കമ്പനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു XYZ ലിമിറ്റഡ്. ഓക്കെ, പീരീഡ് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. 1st April 2020 മുതൽ 31st March 2021. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ്? ലെഡ്ജർ ക്രിയേഷൻ. അപ്പൊ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാസ്റ്റേഴ്സിൽ വന്നിട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അല്ലെ. ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ലെഡ്ജേഴ്സ് അല്ലേ. ലെഡ്ജേഴ്സ് എടുത്തു. ലെഡ്ജേഴ്സ്. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടതാണ് പർച്ചേസ്. ജസ്റ്റ് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. പർച്ചേസിന് അണ്ടർ ഗ്രൂപ്പ് എന്താ? പർച്ചേസ് അക്കൗണ്ട്. ഓക്കെ, ഇവിടെ വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നെയിമും അതേപോലെ തന്നെ അണ്ടർ ഗ്രൂപ്പും മാത്രം ചെയ്ത് വെച്ചാൽ മതി അല്ലെ. അതിന് എൻ്റർ അടിച്ചതിന് ശേഷം ഇതൊക്കെ എൻ്റർ അടിച്ചങ്ങ് പോവാ. എൻ്റർ അടിച്ചിട്ട് ലാസ്റ്റ് അവരിവിടെ അക്സെപ്റ്റ് ചെയ്യണം ചോദിക്കുന്നുണ്ട്, സേവ് ചെയ്യണം എന്ന് ചോദിക്കുന്നത്. എൻ്റർ അടിക്കുക, സേവ് ആയി. ഇനി അടുത്ത് എന്താണ്? സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സെയിൽസിന് അണ്ടർ ഗ്രൂപ്പ് എന്താ? സെയിൽസ് അക്കൗണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എൻ്റർ അടിച്ച് സേവ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്താണ്? Ctrl+A അടിച്ചിട്ട് കൂടി സേവ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ക്യാപിറ്റൽ ചെയ്യാം. ക്യാപിറ്റൽ അണ്ടർ ഗ്രൂപ്പ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു എൻ്റർ അടിച്ച് സേവ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? ഷോർട്ട് ആയിട്ട് Ctrl+A ഒരുമിച്ച് അടിച്ചു കഴിഞ്ഞാൽ അതെന്തായി? സേവ് ആയി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് കൊടുക്കാം? സാലറി. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നമുക്കറിയാം അല്ലെ. സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് സേവ് ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഓരോ ലെഡ്ജേഴ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി ഡിഫറെന്റ് ആയിട്ടുള്ള ലെഡ്ജേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഏതൊക്കെയാണ്? പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ. നിങ്ങൾ ഇതിന്റെ ഓരോ ലെഡ്ജറും അതിന് അണ്ടർ ഗ്രൂപ്പും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിച്ചു വെക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് സിമ്പിൾ ആയിട്ട് ലെഡ്ജേഴ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ലെഡ്ജേഴ്സ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ലെഡ്ജർ ക്രിയേറ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ജസ്റ്റ് നമുക്ക് ഒരു ലെഡ്ജർ കൂടി ചെയ്യാം. റെന്റിന്റെ അണ്ടർ എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ്. സേവ് ചെയ്യാൻ വേണ്ടിട്ട് Ctrl+A അടിച്ച് സേവ് ചെയ്തു. ഇനി നമുക്ക് ഇനി ഇത് എങ്ങനെ ഓൾട്ടർ ചെയ്യാം? ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റിപ്പോയി അല്ലെ, നമുക്ക് ജസ്റ്റ് അങ്ങനെ നോക്കാം. അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ബാങ്ക് എന്ന് കൊടുത്തു. ബാങ്കിന്റെ അണ്ടർ ഗ്രൂപ്പ് നമുക്ക് ഓൾറെഡി അറിയാം ബാങ്ക് അക്കൗണ്ട് ആണെന്ന് അല്ലെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? തെറ്റായിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് കൊടുത്തു പോയി, അറിയാണ്ട് കൊടുത്തു പോയി അല്ലെ. അപ്പൊ അതെങ്ങനെ ഞാൻ സേവ് ചെയ്യുകയും കൂടി ചെയ്തേ. ഇനി ഇതെങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാം എന്നുള്ള ഓപ്ഷനാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഇവിടുന്ന് ബാക്ക് സ്പേസ് അടിച്ചതിന് എസ്കേപ്പ് അടിച്ചതിന് ശേഷം ഓൾട്ടർ കാണുന്നുണ്ടല്ലോ, ഓൾട്ടർ അടിക്കുക, ലെഡ്ജേഴ്സ് എടുക്കുക. അപ്പൊ നമുക്കറിയാം നമ്മളെ ബാങ്ക് ആണ് നമുക്ക് മിസ്റ്റേക്ക് ആയി പോയത് അല്ലെ. ബാങ്ക് നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം എന്താണ്? ബാങ്കിന്റെ അണ്ടർ ഗ്രൂപ്പ് ഇവിടെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻസ് കൂടി നമുക്കുണ്ട്. അപ്പൊ സേവ് ചെയ്യുക, Ctrl+A അടിച്ച് സേവ് ആയി. ഓക്കെ, അപ്പോൾ നമുക്കത് അങ്ങനെ ഓപ്ഷൻ കൊടുക്കാം. ഓൾട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ബാക്കിയുള്ള എല്ലാ ലെഡ്ജേഴ്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അവിടുന്ന് ഇവിടെ കണ്ടോ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ, അവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ബാക്കിയൊന്നും ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഡെമോ കാണിച്ചിരുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണ്? വൗച്ചേഴ്സിലേക്കാണ് കേട്ടോ പോകുന്നത്. വൗച്ചർ എൻട്രിയിലേക്കാണ്. വൗച്ചർ എൻട്രി നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ആണ് വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. ക്ലിക്ക് ചെയ്തു. വൗച്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഒരു ഓപ്ഷൻ ആണ് ഇത്. ഇതാണ് നമ്മുടെ വിൻഡോ അല്ലെ. ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു ബട്ടൺ പാനൽ. ഈ റൈറ്റ് സൈഡിലുള്ളത് ബട്ടൺ പാനലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവിടെ ഡേറ്റ്, കമ്പനി, കോൺട്രാ, പേയ്മെന്റ്, റിസീപ്റ്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ സൈഡിൽ കാണാം അല്ലെ. അപ്പൊ അവിടെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കീസ് ആണ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പൊ ഡേറ്റ് മാറി നമുക്ക് കമ്പനീന്റെ, അതായത് വൗച്ചർ ഡേറ്റ് മാറ്റാനുള്ള ഓപ്ഷനാണ് ഈ F2 എന്ന് പറയുന്നത്. നമ്മൾ ഓൾട്ട് F2 എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? പീരീഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് അല്ലെ. ഇത് വൗച്ചർ ഡേറ്റ് മാറ്റാനുള്ള ഓപ്ഷനാണ്. പിന്നെ എന്താണ് F2 എന്ന് പറയുന്നത്? ബാക്ക് സ്പേസ് എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ ബാക്ക് ആവും. പിന്നെ കോൺട്രാ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് കണ്ടോ കോൺട്രാ എന്നുള്ള ഫീച്ചേഴ്സ് അല്ലെ. അതായത് ഇവിടെ നമുക്ക് കുറച്ച് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് പഠിക്കാനുണ്ട്. F4, F5, F6, F7, F8, F9. അതായത് ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇതിലൊക്കെയാണ് നമ്മൾ ഇനി എല്ലാ പ്രോബ്ലംസും ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പൊ F4 എന്ന് പറയുന്നത്, ഇവിടെ F4 എന്ന് പറയുന്നത് എന്താണ്? ബാങ്കും ക്യാഷും ഒരുമിച്ച് വരുന്ന ട്രാൻസാക്ഷൻസ് ആണ് കോൺട്രയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? പേയ്മെന്റ്.
പേയ്മെന്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ വരും. അതായത് എല്ലാ പേയ്മെന്റ് കാര്യങ്ങൾ, അതായത് ക്യാഷ് പേ, എന്താണ് സാലറി പെയ്ഡ്, റെന്റ് പെയ്ഡ്, അങ്ങനെയുള്ള എല്ലാ പേയ്മെന്റും ചെയ്യുന്നത് എവിടെയാണ്? പേയ്മെന്റ് വൗച്ചറിലാണ്. ഇനി F6 ഉണ്ട്. F6 ആണെങ്കിൽ റിസീപ്റ്റ്, നമ്മളെ ബിസിനസ്സിലേക്ക് വരുന്ന എല്ലാ റിസീപ്റ്റ്സും ചെയ്യുന്നത്, അതായത് റെന്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ എവിടെയാണ് ചെയ്യേണ്ടത്? റിസീപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷനിലാണ്. ഇന്ന് F7 അവിടെ നിൽക്കട്ടെ. F8 എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. F8 എന്താണ്? സെയിൽസ് ആണല്ലേ പറയുന്നത്. എല്ലാ സെയിൽസ് ഡീറ്റെയിൽ ആയിട്ടുള്ള, സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെയിൽസ് വൗച്ചറിലാണ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് പർച്ചേസ്. പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും പർച്ചേസിൽ ചെയ്യും. ഇനി ഞാൻ പറയാത്തൊരു കാര്യമായിരുന്നു F7 ജേണൽ എന്ന് പറയുന്നത്. അതായത് ബാങ്ക് ഇല്ല, ക്യാഷ് ഇല്ല, പേയ്മെന്റ് ഇല്ല, റിസീപ്റ്റ് ഇല്ല, സെയിൽസ് അല്ല, പർച്ചേസ് അല്ല, ഇതൊന്നും വരാത്ത കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാകും. അതായത് നമ്മളെ ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് തരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതാണ് ഇവിടെ നമുക്ക് കൊടുക്കുക, ഈ ഒരു ജേണലിൽ നമുക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സാധാരണ രീതിയിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? F4 കോൺട്ര എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സാധാരണ ഡെബിറ്റ് 2 കോളംസ് വരും, ഡെബിറ്റ് കോളം, ക്രെഡിറ്റ് കോളം. ഇവിടെ നോക്കിയാൽ ഒറ്റ ഒരു എമൗണ്ട് കോളം മാത്രമേ വന്നിട്ടുള്ളൂ അല്ലെ? അതായത് അക്കൗണ്ട്, കറണ്ട് ബാലൻസ്, പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. അപ്പൊ നമുക്ക് ഒറ്റ ഒരു എമൗണ്ട് കോളം മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്ക് ശരിക്കും 2 എമൗണ്ട് കോളം വരണം. ആ 2 എമൗണ്ട് കോളം വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ചേഞ്ച് മോഡ്, ബട്ടൺ പാനലിൽ റൈറ്റ് സൈഡിൽ ഇവിടെ ചേഞ്ച് മോഡ് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ? അതിനുശേഷം എന്ത് ചെയ്യുക? ഡബിൾ എൻട്രി ആക്കി കൊടുത്താൽ മതി. അപ്പൊ എന്താണ് ഇവിടെ? നമുക്കിവിടെ ഡെബിറ്റ്, ക്രെഡിറ്റ് എന്നുള്ള ഓപ്ഷൻസ് വരും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് ഒറ്റൊരു എമൗണ്ട് കോളം മാത്രമാ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ചേഞ്ച് മോഡിൽ വന്നതിന് ശേഷം ഡബിൾ എൻട്രി ആക്കി കൊടുത്തതിന് ശേഷം മാത്രം പ്രോബ്ലം ചെയ്യാം കേട്ടോ. പിന്നെ ഓക്കെ, ഇതാണ് നമ്മൾ ഇത്രയും വൗച്ചർ ടൈപ്പ്, അതേപോലെ തന്നെ ലെഡ്ജേഴ്സിനെ കുറിച്ച് നമുക്ക് ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യം. ഓക്കെ,